ഹായ്, ഒരു ചോദ്യം വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രാൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാൻഡ് ട്രയാങ്കിളിൽ വരുന്ന ഒരു കാര്യം നമ്മൾ ചോദിക്കും, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ആണോ ബ്രാൻഡ് ചെയ്യേണ്ടത്, അതല്ല എൻ്റെ വ്യക്തിയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്, അതല്ല ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ കമ്പനിയാണോ ബ്രാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് ബ്രാൻഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കമ്പനിയെ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും ബ്രാൻഡ് ചെയ്യണം. ഓക്കെ, ഇനി അതല്ല നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രോഡക്റ്റുകൾ വന്നേക്കാം, അതിനെല്ലാം ബ്രാൻഡ് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ നമ്മളെ ബ്രാൻഡ് ചെയ്യാന്ന് വെച്ചോളൂ. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എടുക്കാം, ഈലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. ആ ബ്രാൻഡായി മാറിയത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹം ഇതിനു മുൻപ് ടെസ്ല, അതിലൂടെ അദ്ദേഹം വലിയൊരു ബ്രാൻഡായി മാറി. അതിനു മുൻപേ അദ്ദേഹം എന്താണ് ബ്രാൻഡാണ് ഈ പറഞ്ഞിരിക്കുന്ന പേപ്പാൽ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ട് ബ്രാൻഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടെസ്ല വന്നപ്പോൾ വേൾഡ് ലെവലിൽ എല്ലായിടത്തും ബ്രാൻഡായി മാറി. അദ്ദേഹം സ്പേസ് എക്സ് ചെയ്യുകയാണ്, അതിലും ബ്രാൻഡായി മാറി. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ലോങ് ടേമിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ പേഴ്സണൽ ബ്രാൻഡിന് ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെടും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പബ്ലിക്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ വിസിബിൾ ആയിരിക്കും, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ തുടങ്ങും. എന്നാൽ കമ്പനി ബ്രാൻഡാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ കമ്പനി ബ്രാൻഡിന് അതിലൂടെയും നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നോ ഡൗട്ട് ഇൻ ദാറ്റ്. കമ്പനി ബ്രാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ, ജെഫ് ബേസോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കാട്ടിലും ആമസോൺ എന്ന് പറയുന്ന സ്ഥാപനം അതേപോലെ ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ജെഫ് ബേസോസ് എന്ന് പറയുന്ന വ്യക്തി ആമസോൺ ബ്രാൻഡായതിനനുസരിച്ച് ബ്രാൻഡായി വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ആ ബ്രാൻഡിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം അവർ പല രീതിയിലേക്ക് ആ ബ്രാൻഡുകൾ കൊണ്ടുപോകുന്നുണ്ട്. ചോദിക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം എന്നുള്ളതിന് മുൻപ് നിങ്ങൾ എന്ത് ബ്രാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് പ്രൈവസി വേണോ വ്യക്തിപരമായിട്ട്, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, കമ്പനിയെ ബ്രാൻഡ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ആ നെയിം എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക, കമ്പനിയുടെ എടുത്തിട്ട് അതെന്ത് ചെയ്യണം, ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നാളെ ആ ബ്രാൻഡ് പല മേഖലയിലേക്കും ഇറങ്ങും എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും തീരുമാനിക്കാം. എന്നിട്ട് എന്ത് ചെയ്യും അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാര്യം, ആ ഒരു ബ്രാൻഡ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡിങ് നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഐബോൾസ് എന്ന് പറയും. ഐബോൾസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എവിടെയാണ് അറ്റൻഷൻ കിടക്കുന്നത്. ആ അറ്റൻഷൻ ഉള്ള സ്ഥലത്തേക്ക് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ മെസ്സേജുകൾ എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പണ്ട് ബ്രാൻഡിങ്ങിന് പല മെത്തേഡുകളാണ് ഉണ്ടായിരുന്നത്. വലിയ ഹോർഡിങ്സുകൾ വെക്കുന്നതായിരിക്കാം, TV-യിൽ പരസ്യം കൊടുക്കുന്നതായിരിക്കാം, അതേപോലെ തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതായിരിക്കാം, മറ്റുള്ള മാഗസിനുകളിൽ വാർത്ത വരുന്നതായിരിക്കാം, അവാർഡുകൾ ലഭിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PR ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ബ്രാൻഡിങ് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ബ്രാൻഡിങ്ങിൽ ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആ നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ്, അവരെവിടെയാണ് ഉണ്ടാവുക, ഓരോ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ആ കറക്റ്റ് സോഷ്യൽ മീഡിയയുടെ ലാംഗ്വേജ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെതായ രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാം. ഫോർ എക്സാമ്പിൾ, ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്നത് പോലെയല്ല ഇൻസ്റ്റഗ്രാമിൽ ചെയ്യേണ്ടത്. ദർ ഇസ് എ ഡിഫറൻസ് ദെയർ. അപ്പോൾ കാരണം അവിടെ വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അവരുടെ ടേസ്റ്റ് ഡിഫറൻ്റ് ആണ്. അവർ അതിനെ പെർസീവ് ചെയ്യാൻ, കാണാൻ ആഗ്രഹിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കമ്പനിയുടെ വാല്യൂസോ അല്ലെങ്കിൽ കമ്പനി റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസിന്റെയും ക്വാളിറ്റിയെയും ബാധിക്കാത്ത രീതിയിൽ, അതിനെ മോശമാക്കുന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ, എന്നാൽ അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിന് ടേസ്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ പ്രസന്റ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പ്രസന്റ് ചെയ്യുന്ന രീതി ഒരു എന്റർടൈൻമെന്റ് പ്ലസ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് അതിനെ പ്രസന്റ് ചെയ്യണം. കാരണം അവിടെ നടക്കുന്നത് അത്തരത്തിലുള്ള രീതിയിലേക്കാണ്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഫാഷൻ സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷനെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഫേസ്ബുക്കിലേക്ക് വരുമ്പം അവിടെ ഓഡിയൻസ് ഡിഫറൻ്റ് ആണ്. അവിടെ ബ്രാൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു 30-35 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 40 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർ, കുറച്ചുകൂടി മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക പ്രായം ഉള്ള കുറച്ച് ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ അവിടെ കൂടുതലും ചർച്ചകളാണ് നടക്കുന്നത്, അത്തരത്തിലുള്ള ഡിസ്കഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട രീതി ഡിഫറൻ്റ് ആയിട്ടാണ്. കുറച്ചുകൂടി ആ ഓഡിയൻസിനെ മനസ്സിലാക്കി അവരുടെ ടേസ്റ്റ് ആൻഡ് ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ പ്രസന്റ് ചെയ്യണം. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബിൽ എന്ന് വെച്ചാൽ രണ്ടും വർക്കൗട്ട് ആവുന്ന ഒരു ഏരിയയാണ്. എന്റർടൈൻമെന്റ് രീതിയിലും പോകാം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ രീതിയിലും പോകാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് അവർ ബിസിനസ്, വി ഹാവ് ടു ടോക്ക് അബൌട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ രീതിയിലൂടെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബ്രാൻഡായി മാറിയിട്ട് അതിലൂടെ നമ്മളെ പ്രോഡക്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്രോഡക്റ്റ് പ്ലേസ്മെന്റുകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇതുമല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതൊന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. ഓൾറെഡി ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള, സോഷ്യൽ മീഡിയ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുമായിട്ട് ടൈപ്പായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു നിശ്ചിത സംഖ്യ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ഡീലുകൾ സംസാരിച്ചിട്ടോ, യു ക്യാൻ വർക്ക് വിത്ത് ദം ആൻഡ് യു ക്യാൻ കൊളാബറേറ്റ് ആൻഡ് യു ക്യാൻ പ്രൊമോട്ട് യുവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ എടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബറെ എടുത്തിട്ട് നിങ്ങളുടെ ബിസിനസിന്റെ പാർട്ണർ ആക്കാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ആക്കാം. വാട്ട് എവർ ദാറ്റ് യു ക്യാൻ ഡു, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ക്രിയേറ്റീവ്ലി ആൻഡ് ഡെഫിനറ്റ്ലി യു ക്യാൻ build your business brand and go to the next level. There are many methods that you can do. If you are ready to collaborate and work with other people, associate with other people, you can build your brand so fast. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് സ്വയം കഷ്ടപ്പെട്ടതൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. ഇറ്റ്സ് യുവർ ചോയ്സ്. ഡു വാട്ട് ഈസ് വർക്കിംഗ് ആൻഡ് ടെസ്റ്റ്, ട്രയൽ റൺ ആൻഡ് ഡു ഇറ്റ്. ഈ രൂപത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ ലേറ്റർ.